ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓയിൽ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ജീരകം നല്ലതുപോലെ ഒന്ന് പൊട്ടി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഈ കറിവേപ്പിലയൊന്ന് ഫ്രൈ ആയി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് ഒരു 3 പച്ചമുളക്, ഒരു മീഡിയം സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചി, ഒരു 4 കഷ്ണം വെളുത്തുള്ളി, ഇത്രയും കൂടെ നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്തതാണ് ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്യാം. ഈ ചതച്ചെടുത്ത പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതിൻ്റെയൊക്കെ പച്ചമണം നല്ലതുപോലെ മാറി നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വരണം. അതുവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിനാണ് വെച്ചിട്ടുള്ളത്. ഫ്ലെയിം കൂട്ടി കൊടുക്കരുത്. ഈ പച്ചമുളക്, ഇഞ്ചി ഇതൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഫ്ലെയിം വളരെ കുറച്ച് വയ്ക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ നല്ലതുപോലെ ഒന്ന് മാറി മഞ്ഞൾപ്പൊടി ഒന്ന് ഫ്രൈ ആയി വരട്ടെ. അതിനുശേഷം നമുക്ക് ഒരു വലിയ സവോള ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇതങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവോള ചെറുതായി ഒന്ന് വാടി വരട്ടെ. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 4 പച്ചമുളക് ഇതുപോലെ വട്ടത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതങ്ങ് ചേർത്ത് കൊടുക്കാം. ഇത് എരിവ് കുറഞ്ഞ പച്ചമുളകാണ്. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ 2ഓ 3ഓ ചേർത്താൽ മതി. കാരണം നമ്മൾ നേരത്തെ പച്ചമുളക് ചതച്ച് ചേർത്തിട്ടുണ്ട്. ഒരല്പം സ്പൈസി ആയിട്ടാണ് കേട്ടോ ഈ ഒരു മെഴുക്ക് പുരട്ടി വെക്കുന്നത്. അതുകൊണ്ട് അല്പം എരിവ് നല്ലതാണ്. ഇനി നമുക്കിതിലേക്ക് റാഡിഷാണ് ചേർത്ത് കൊടുക്കുന്നത്. മുള്ളങ്കി ചെറിയ 2 മുള്ളങ്കിയാണ്. ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരുപാട് കനത്തിലല്ല. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. റാഡിഷ് ഏത് രീതിയിൽ കറി വെച്ചിട്ടുണ്ടായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ശരീരത്തിന് നല്ല ഗുണകരമായിട്ടുള്ള ഒരു സംഭവമാണിത് മുള്ളങ്കി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു മിനിറ്റ് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 2-3 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്നിട്ട് ഒന്നുകൂടി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല, മുളക് പൊടിയോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. പച്ചമുളകിൻ്റെ എരിവ് മാത്രമാണ് കേട്ടോ ഇതിനുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ്, ഇത് മീഡിയം സൈസിലുള്ള 2 ഉരുളക്കിഴങ്ങ്, അതും നമ്മൾ മുള്ളങ്കി അരിഞ്ഞതുപോലെ തന്നെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതുകൂടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മളിതിലേക്ക് ഒരല്പം ഡ്രൈ മാംഗോ പൗഡർ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിലും നല്ലതുപോലെ ഉപ്പുള്ളതാണ്. അതുകൊണ്ട് ഉപ്പ് ഇപ്പം നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നമുക്ക് ഈ ഒരു മെഴുക്ക് പുരട്ടി നമുക്ക് വയ്ക്കാനായിട്ട് ഒരു 15 മിനിറ്റോളം എടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കി. ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മൾ ചേർത്തിട്ടുള്ള സവോളയും ചതച്ച് ചേർത്ത പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയി നമ്മുടെ ഉരുളക്കിഴങ്ങിലേക്കും അതുപോലെ മുള്ളങ്കി ഇതിലേക്ക് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം.
അപ്പം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരല്പം ഡ്രൈ മാംഗോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഡ്രൈ മാംഗോ പൗഡർ ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇത് ചേർക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ മെഴുക്ക് പുരട്ടിക്ക് നല്ലൊരു പുളിരസമൊക്കെ ഉണ്ടാവും. അപ്പോൾ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഈ മല്ലിയില സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. മുള്ളങ്കിയുടെ കൂടെ മല്ലിയില നല്ലൊരു അടിപൊളി സംഭവം തന്നെയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം. അപ്പം നമ്മൾ സാധാരണ സാമ്പാർ അതുപോലുള്ള കറികളിൽ വെക്കും പോലെ അല്ലല്ലോ, മല്ലിയില ഇതിലേക്കൊന്ന് പിടിച്ച് തരണം, ഒരല്പ സമയം എടുക്കും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇറക്കി വയ്ക്കേണ്ട. നന്നായിട്ട് ഇതിലേക്കൊന്ന് മിക്സായി നമ്മളെ മെഴുക്ക് പുരട്ടിയിലേക്ക് നന്നായിട്ട് ഒന്ന് യോജിച്ച് വരട്ടെ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ചെറിയ ഫ്ലെയിമിൽ ഒന്ന് കിടക്കട്ടെ. അപ്പോഴാണ് നല്ല ടേസ്റ്റായി വരിക നമ്മുടെ മെഴുക്ക് പുരട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമായി. വീണ്ടും നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായി വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.